മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് പുഴയ്ക്കലുള്ള ടാറ്റ ഹൈസനിലാണ് കേട്ടോ. എന്താണെന്നല്ലേ, ടാറ്റയുടെ പുതിയ വാഹനം നമുക്ക് ലോഞ്ച് ചെയ്തേക്കാണ്. ഒരു EV സെഗ്മെന്റിലുള്ള വാഹനമാണ്. ആ ഒരു വാഹനത്തിന്റെ പേര് കർവ് കേട്ടോ. അപ്പോൾ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് പോവല്ലേ, വാ. മച്ചവരെ, നമ്മുടെ ടാറ്റ കർവ് EVയുടെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാറ്റയിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫെമിൻ മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. ഫെമിൻ മച്ചാനോട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം കേട്ടോ. ഫെമിൻ മച്ചാൻ, നമസ്കാരം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ വീണ്ടും കണ്ടുപിടിക്കുകയാണല്ലേ കർവ് EVയുടെ വിശേഷം. നമ്മുടെ ന്യൂ വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫെമിൻ മച്ചാൻ നമ്മുടെ കർവ് EVയിൽ വരുമ്പോൾ ടാറ്റ കൊണ്ടുവന്നിട്ടുള്ള സവിശേഷത? നമ്മുടെ വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കിയാൽ തന്നെ അറിയാം, SUV കൂപ്പേ ഡിസൈൻ ആണ്. അതും നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റ് ആണ് വെഹിക്കിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വാഹനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ? ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലുക്ക് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് ആണ് വരുന്നത്. നമ്മുടെ നെക്സോൺ ആണേലും പഞ്ച് ആണേലും ഓൾമോസ്റ്റ് ഈ സെയിം ഫീൽ നമുക്ക് കിട്ടും. ഇതിലിപ്പോ നമ്മുടെ ചാർജിങ് പോയിന്റ് ഓപ്പണർ തന്നെ വരുന്നത് നമുക്ക് പഞ്ചിൽ വരുന്ന സെയിം ഡിസൈൻ ആണ് ചാർജിങ് ഓപ്പണർ വരുന്നത്. അത് നമുക്ക് ഈ കർവിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ല് തന്നെ നോക്കി നോക്കൂ. എയറോഡൈനാമിക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഗ്രില്ല് വന്നിട്ടുള്ളത്. അത് നമ്മുടെ നെക്സോൺ പഞ്ച് എന്നുള്ള സെഗ്മെന്റിലൊക്കെ വരുമ്പോൾ നമുക്ക് മാറ്റ് ഡിസൈൻ ആയിരുന്നു. ഇപ്പൊ നമുക്കത് ഗ്ലോസി ഡിസൈനിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപൂർവ അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് Curve.tvയിൽ Level 2 ADAS വരുന്നുണ്ടെന്ന്. 20 ഫീച്ചേഴ്സ് നമുക്ക് അതിൽ ലോഡഡ് ആവുന്നുണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ലൈൻ ഡിപ്പാച്ചർ വാണിംഗ് വരുന്നുണ്ട്, ലൈൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഡ്രൈവർ അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിലേറെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ലോഡഡ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ലൈറ്റിങ് നോക്കുകയാണെങ്കിലും എൻഡ് ടു എൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള DRL ലൈറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് സെയിം നെക്സോൺ പഞ്ചിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന അതേമാതിരി തന്നെ ലൈറ്റ്സ് ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഹെഡ് ലൈറ്റ്സ് ആണെങ്കിലും LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ SUV കൂപ്പേ എന്നുള്ള സെഗ്മെന്റ് നമുക്ക് ഫോക്കസ്ഡ് ആവുന്നത്. ഈ സൈഡ് ക്ലാഡിങ്സ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇത് നമ്മുടെ SUV ക്യാരക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന കുറച്ച് ഡിസൈൻസ് ആണ് ഈ ക്ലാഡിങ്സ് വരുന്നത്. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ പഞ്ചിനാണേലും നെക്സോൺ ആണേലും എല്ലാത്തിലും നമ്മൾ കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ആണ്. നമുക്ക് Curve.tvയിലേക്ക് വന്നപ്പോൾ അത് പിയാനോ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീല് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് അങ്ങനെ ഒരു ഡിസൈൻ കൺവേർഷൻ വന്നിട്ടുള്ളത്. അപൂർവ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ടയർ സൈസ് നോക്കൂ, 18 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. കറന്റ്ലി നമ്മുടെ SUV ആയിട്ടുള്ള സഫാരി ഹാരിയറിനൊക്കെ വരുന്ന സെയിം സൈസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 18 ഇഞ്ച് വീൽസ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വെഹിക്കിളിലെ നമുക്ക് ആ തരുന്ന ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ആ ഒരു കോൺഫിഡൻസ് ലെവലും. നമ്മുടെ ടാറ്റയിൽ വരുന്ന എല്ലാ വെഹിക്കിൾസിനും വരുന്ന ബാഡ്ജിങ് പോലെ തന്നെ
ഡോട്ട് ടിവിയുടെ ഒരു ബാഡ്ജിങ് കൂടെ നമുക്ക് സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്ര വലിയൊരു വെഹിക്കിളാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ഫീലേ നമുക്ക് ഉണ്ടാവില്ല. അത്ര ലൈറ്റ് വെഹിക്കിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്ര ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമ്മുടെ ഈ കറോ ഡോട്ട് ടിവിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കൊരു ലൈറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. റൂഫ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നോട്ടീസ്ഡ് ആയിരിക്കും. നമുക്ക് പാനറോമിക് സൺ റൂഫാണ് കറോ ഡോട്ട് ടിവിയിൽ കൊടുത്തിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് റൂഫും കൂടിയാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഷാർപ്പിന് ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു മിഡ് സ്പോയിലറോടെ വരുന്നുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ലിഫ്റ്റഡ് ആയിട്ടുള്ള ബാക്ക് പ്രൊഫൈലാണ് നമുക്ക് വരുന്നത്. വെഹിക്കിള് റോഡിൽ റൺ ചെയ്യുമ്പോൾ തന്നെ ആ റോഡ് പ്രസൻസ് നമുക്ക് അത്രയും ഫീൽഡ് ആയിരിക്കും. നമ്മുടെ ബൂട്ട് ഓപ്പൺ വരുന്നത് നമുക്ക് കിക്കിംഗ് ഗസ്റ്റർ ആണ് വരുന്നത്. 500 ലിറ്ററിന്റെ ബൂട്ട് സ്പേസോടെ വരുന്നുണ്ട്. നല്ല സ്പേസ് അതെ 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 നമ്മുടെ ഹാരിയറിലൊക്കെ വരുന്ന സെയിം ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ കറോ ഡോട്ട് ടിവിയിലും വരുന്നത്. ആ 2 ബീപ്പ് വരുന്നത് ഇൻ കേസ് നമ്മൾ അതിന്റെ അടിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പിയാനോ പോർഷനും അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സിൽവർ ക്ലാഡിങ്, അതായത് ഒരു സ്കിഡ് പ്ലേറ്റും കൂടെ നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിന്റെ ബാക്കിൽ നിന്ന് കാണുമ്പോഴാണ് ശരിക്കും ഈ ഒരു SUV കൂപ്പേരെ ആ ഒരു ഫീലും നമുക്ക് ആ ഒരു ലുക്കും കിട്ടുന്നത്. അപ്പോൾ അതുമാതിരി തന്നെ നമ്മുടെ വെഹിക്കിളിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4310 mm ആണ് നമ്മുടെ വെഹിക്കിളിന്റെ ലെങ്ത് വരുന്നത്. നമ്മുടെ വെഹിക്കിൾ ഹൈറ്റ് വരുന്നതും 1810 ആണ് വെഹിക്കിൾ ഹൈറ്റ് വരുന്നത്. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1637 ആണ് നമ്മുടെ വെഹിക്കിളിന്റെ വിഡ്ത്തും വരുന്നത്. അപ്പോൾ ഇനി വരൂ നമുക്കിനി വെഹിക്കിളിന്റെ ഇന്റീരിയർ കാണാം. നമ്മുടെ ഈ ഡോർ പാഡിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്, വിൻഡോസ് ലോക്ക് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഓപ്പണറും വരുന്നുണ്ട്. വെഹിക്കിളിൽ JBL സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 9 സ്പീക്കർ സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് 4 സ്പീക്കേഴ്സ് വരും, 4 ട്യൂട്ടർ വരും, പിന്നെ ഒരു സബ് വൂഫറും വരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ വെഹിക്കിളിലുള്ള ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതെ അതെ. സ്റ്റിയറിംഗ് വീല് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം ഇലുമിനാറ്റി ലോഗോയാണ് നമ്മുടെ വെഹിക്കിളിൽ വരുന്നത്. ഈ സ്റ്റിയറിംഗ് വീല് നോക്കിയാൽ തന്നെ നമുക്ക് നെക്സോണിലൊക്കെ വരുന്നുണ്ടായിരുന്ന 2 സ്പോക്ക് ആയിരുന്നു. ഓക്കെ, നമ്മുടെ കറോ ഡോട്ട് ടിവിയിലേക്ക് വന്നപ്പോൾ നമുക്ക് 4 സ്പോക്ക് ആണ് വരുന്നത്. എന്നാൽ ഡി കട്ടും കൂടി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കോൾ അറ്റൻഡിങ്ങും ഡിസ്കണക്റ്റിംഗ് ആയിട്ടുള്ള ബട്ടൺ വരുന്നുണ്ട്. അതേമാതിരി തന്നെ വോളിയം അപ്പിംഗ് ആൻഡ് ഡൗണിങ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് സോൾസ് ബട്ടൺ വരുന്നുണ്ട്. സീക്കിംഗ് ബട്ടൺ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നത്. ക്ലസ്റ്റർ കൺട്രോൾസും പിന്നെ നമ്മുടെ ലെവൽ 2 ADAS എന്ന് പറഞ്ഞായിരുന്നു അതിന്റെ സ്വിച്ചസും കൂടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാവിഗേഷനും കൂടെ നമുക്ക് ഇതിലേക്ക് മെർജ് ചെയ്യാൻ പറ്റുന്ന ക്ലസ്റ്ററാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. 10.25 ഇഞ്ചസിന്റെ ക്ലസ്റ്ററാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ ഫസ്റ്റ്ലി നോക്കുമ്പോൾ നമ്മുടെ ട്രിപ്പ് ഇൻഫോ വരും, ട്രിപ്പ് എയും ബിയും വരുന്നുണ്ട്. അതേമാതിരി തന്നെ ഇപ്പൊ നമുക്ക് ഇതിൽ കറന്റ്ലി വരുന്ന ബാറ്ററി പെർസെന്റേജിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യാൻ പറ്റുന്നുള്ളത് 268 ആണ് നമുക്ക് P62% കാണിക്കുന്നത്. ഇത് ഡ്രൈവർ അസിസ്റ്റ്, അതായത് നമ്മുടെ ലെവൽ 2 ADASന്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. TPMS, അതായത് നമ്മുടെ ടയർ പ്രഷറിങ് മോണിറ്ററിംഗ് സിസ്റ്റം ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഫോർടൈൻമെന്റ് ഇത് നമുക്ക് 12.25 ഇഞ്ചസ് ആണ് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് നമുക്ക് കറോ ഡോട്ട് ടിവിയിൽ കൊടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ട് അടിയിലായിട്ട് തന്നെ കാണാം നമുക്കൊരു ആംബിയൻ ലൈറ്റ് കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡാഷ്ബോർഡുമേ ഉണ്ടായിരിക്കും, 4 ഡോറുമേ ഉണ്ടായിരിക്കും. ഡിജിറ്റൽ കൺട്രോൾ പാനലാണ്, അതായത് നമുക്ക് ടച്ചും ഫിസിക്കൽ ബട്ടൺസും, അതുകൊണ്ടാണ് നമുക്ക് ഫിജിറ്റൽ എന്ന് അതിനെ നെയിമിങ് ഇത് ചെയ്തിട്ടുള്ളത്. ശരിക്കും ബട്ടണുള്ള ഫെദർ ടച്ച്, അതായത് നമുക്ക് ഇത് ടച്ച് കൺട്രോൾസ് വരുന്നു. ഈ 2 ടോഗിൾ മാത്രം നമുക്ക് ഫിസിക്കലി ബട്ടൺസ് വരുന്നു. 35 വാട്ട്സിന്റെ ഒരു C ടൈപ്പ് ചാർജറും പിന്നെ ഒരു നോർമൽ പെൻഡ്രൈവ് യൂസിങ് ആയിട്ടുള്ള, അതായത് നമുക്ക് USB ടൈപ്പ് ആയിട്ടുള്ള പോർട്ടോടെ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈവൻ നമുക്ക് അതിലൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ആയിട്ട് പ്ലേ ചെയ്യാം. ഇതിലും ഈ ഷിഫ്റ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇത് ഡ്രൈവിലേക്ക് ചേഞ്ച് ചെയ്യാനും റിവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാനും നമുക്ക് ഇതുകൊണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ് നമുക്ക് ഇതിലും വരുന്നത്. ഓക്കെ, ഓട്ടോ ഹോൾഡ് ഫീച്ചറോടെ നമുക്ക് ഈ വേരിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. സ്പോർട്സ്, എക്കോ, സിറ്റി മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പറ്റും. വയർലെസ് ചാർജറും കൂടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹാൻഡ് റെസ്റ്റോടെ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറോ ഡോട്ട് ടിവിയില് പാനറോമിക് സൺറൂഫ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ
നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിക്ലൈനിങ് ഫംഗ്ഷനോടെ നമുക്ക് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലെ. ഇതിപ്പോ നോർമൽ ലെവൽ വരുന്നു. ഇത് തന്നെ നമുക്ക് ഇവിടെ ബട്ടൺ വരുന്നുണ്ട്. ബട്ടൺ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാക്കിലോട്ട് അപ്പൊ ഒന്നും കൂടി നമുക്ക് നല്ല അതായത് റിയർ സീറ്റ് കംഫോർട്ട് ആണ് ടാറ്റ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ലോങ് പോവാണെങ്കിൽ തന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവരുടെ ഒരു കംഫോർട്ടോടെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. അപ്പൊ അത് നമ്മുടെ ഈ റിക്ലൈനിങ് കൂടെ വരുമ്പോൾ നമുക്ക് അത്രയും കംഫോർട്ടിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അതായത് ഇപ്പൊ ഫ്രണ്ടില് ഞാൻ ഓൾമോസ്റ്റും ബാക്കിലേക്ക് സീറ്റ്സ് ഇറക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത്ര ഇറക്കിയിട്ടിട്ട് പോലും നമുക്ക് ഇത്രയും ലെഗ് സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5.8 ഫീറ്റ് ആണ് ഞാൻ വരുന്നത്. എനിക്ക് ഇത്ര സ്പേസ് വരുന്നുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 6 ഫീറ്റ് ഉള്ള ആൾക്കും ഇത് അത്യാവശ്യം ബെറ്റർ ആയിട്ട് ബാക്കിൽ ഇരിക്കാൻ പറ്റും. റാം റെസ്റ്റ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡറോടെ വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഫ്രണ്ടില് ഡാഷിലും പിന്നെ 4 ഡോർ പാഡ്സുമാണ് നമുക്ക് ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നൈറ്റ് ഒക്കെ ഫെബിൻ മച്ചാനെ ഗംഭീര വൈബായിരിക്കുമല്ലോ അല്ലെ. അതെ 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 അതെ. അതായത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. AC വെന്റ്സ് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു 45 വാട്ട്സിന്റെ സി ടൈപ്പ് ചാർജറോടെ കൊടുത്തു. എത്ര കളേഴ്സ് ആണ് വരുന്നത്? 5 കളേഴ്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 5 കളേഴ്സ്. അതെ അതെ അതെ. ഏതൊക്കെയാണ് ആ കളേഴ്സ്? അതായത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എംബവേർഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു കളറാണ്. അതേമാതിരി തന്നെ ഇതിൽ നമുക്കൊരു പ്യൂർ ഗ്രേ വരുന്നുണ്ട്, ഒരു ഫ്ലെയിം റെഡ് താല്പര്യമുള്ള കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് റെഡ് ഓപ്റ്റ് ചെയ്യാം. പിന്നെ നോർമൽ വൈറ്റ് വരുന്നുണ്ട്. ഒരു വെർച്വൽ സൺറൈസ് എന്ന് പറഞ്ഞൊരു കളറോടെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ബേസിക്കലി 3 വേരിയൻസ് ആണ് വരുന്നത്. 3 വേരിയൻസ്. അതെ അതെ. ഏതൊക്കെയാണ് ആ വേരിയന്റ്? അതായത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ വേരിയന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ സെക്കൻഡ് വേരിയന്റ് ആയിട്ട് നമുക്ക് അക്കംപ്ലീഷ്ഡ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ടുള്ള എംബവേർഡ്. 2 റേഞ്ച് ഓപ്ഷൻ വരുന്നുണ്ട്. 45 കിലോവാട്ട്സും 55 കിലോവാട്ട്സും. അതിൽ 45 കിലോവാട്ട്സ് ആകുമ്പോൾ നമുക്കൊരു 502 ആണ് നമ്മുടെ ടാറ്റ ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. അതേപോലെ തന്നെ 55 കിലോവാട്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് 585 റേഞ്ച് വരുന്നുണ്ട്. എങ്ങനെയാണ് പ്രൈസ് പറയുന്നത്? .TVയില് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയിട്ടുള്ള വേരിയന്റിന് 17.49 പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പൺ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു 21.99 ആണ് നമ്മുടെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഫെബിൻ മച്ചാൻ, അപ്പൊ നമ്മുടെ ടാറ്റ കർവ് EVയുടെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലെ? അതെ അതെ. അപ്പൊ ഈ ഒരു വീഡിയോയില് ഫെബിൻ മച്ചാന്റെ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ടാറ്റയുടെ വാഹനങ്ങളും അതുപോലെ കർവ് EV ഒക്കെ സ്വന്താക്കണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് വിളിക്കാവുന്നതാണല്ലോ അല്ലെ? അതെ അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ടാറ്റ കർവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന ഫെബിൻ മച്ചാൻ, താങ്ക് യു. അപൂർവം. അതേമാതിരി തന്നെ നമുക്ക് ഓണാണ്. നമുക്ക് അത്രയധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ വേരിയൻസിനും വന്നിട്ടുണ്ട്. എല്ലാവരും ധൈര്യമായിട്ട് പോകുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അബുക്കെ വ്ലോഗ്സിന്റെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തുതരും. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ മച്ചവരപ്പം ഇന്നത്തെ വിശേഷം ടാറ്റ കർവ് EVയുടെ വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.